എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായി തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇടക്കൊക്കെ വന്നു പോകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? നമ്മൾ മാത്രമെന്തോ ഒറ്റപ്പെട്ടു പോയതുപോലെ. എത്ര വലിയ ആൾക്കൂട്ടത്തിലാണെങ്കിലും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരൊറ്റപ്പെടൽ പോലെ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ഒരു ഫീലിംഗിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നതിനുള്ള 5 കാരണങ്ങൾ നോക്കിയാലോ? 1. നമ്മുടെ ബ്രെയിൻ തന്നെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതയുടെ തുടക്കം നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. നമ്മൾ ഓരോരുത്തരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ചില ആൾക്കാർ ഭയങ്കര ശാന്തരായിരിക്കും, മറ്റു ചിലർ എപ്പോഴും ഫുൾ എനർജിയിലായിരിക്കും. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല, ഇത് നമ്മൾ ജന്മന അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, ഇത് നിങ്ങളുടെ കുറവല്ല, ഇതാണ് നിങ്ങളുടെ യുണീക്നെസ്. 2. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളെ മാറ്റുന്നു. സ്നേഹം കിട്ടി വളർന്ന ഒരാളും ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു വളർന്ന ഒരാളും ഇവർ രണ്ടുപേരും ലോകത്തെ കാണുന്നത് ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ കടന്നുപോയ വഴികൾ, നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതാരുടെയും തെറ്റല്ല, ജീവിതം നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളാണ്. 3. നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ ഇടയ്ക്കൊക്കെ വരുന്നൊരു ചിന്തയാണിത്, എല്ലാവരും എന്തൊരു പെർഫെക്റ്റ് ആണ്, ഞാൻ മാത്രം ഇങ്ങനെ ഒരു മെസ്സായി പോയല്ലോ എന്ന്. പക്ഷേ സത്യം അതല്ല. ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഓരോ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരുപക്ഷെ ആരും കാണാത്ത ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. 4. നമ്മൾ ഫീലിങ്സ് വ്യത്യസ്തമായി ഫീൽ ചെയ്യുന്നു. ചിലർക്ക് ഒരു സിനിമ കാണുമ്പോഴേക്കും കരഞ്ഞു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ദിവസങ്ങളോളം മനസ്സിലിട്ട് വിഷമിക്കും. ഇതിനെയാണ് വൈകാരിക ആഴം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു ബലഹീനതയല്ല കേട്ടോ, മറിച്ച് അതൊരു അനുഗ്രഹമാണ്. വികാരങ്ങളെ അത്രയും തീവ്രമായി അനുഭവിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. 5. നമ്മുടെ തിങ്കിങ് തന്നെ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകളെല്ലാം മറ്റുള്ളവരെ പോലെ ഒരേ വഴിക്ക് ചിന്തിച്ചവരായിരുന്നോ? ഒരിക്കലുമല്ല. അവരെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ചതുകൊണ്ടാണ് ലോകം തന്നെ മാറിയത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്ന് തോന്നുമ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കണം. നിങ്ങൾ തകർന്നവരല്ല, നിങ്ങൾ ആരുടെയും പിന്നിലല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിന് ഒരുപാട് കോപ്പീസ് ആവശ്യമില്ല. ഈ ലോകത്തിന് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ, നിങ്ങളുടെ എല്ലാ പ്രത്യേകതകളോടും കൂടി. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയോ? കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ റിലേറ്റബിൾ സൈക്കോളജിക്കൽ കോണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.